വാദങ്ങൾ നടക്കുന്നതിനിടെ, പ്രതികളെ കേൾക്കുന്നതിനിടയ്ക്ക് ജഡ്ജി ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ആദ്യം മാധ്യമങ്ങൾക്കൊരു താക്കീതായിരുന്നു. റിപ്പോർട്ടിംഗ് കോടതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ കോടതി നടപടികൾ തെറ്റായി നൽകുന്ന രീതിയിലോ ആയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. ജഡ്ജിയുടെ, അതായത് ഹണിയം വർഗീസ് എന്ന ജഡ്ജിയുടെ ഭൂതകാലം തേടി പോകുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കോടതി എന്ന നിലയിൽ അച്ചടക്കം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നാണ് ജഡ്ജി. നടിയെ ആക്രമിച്ചും കണ്ടില്ല, ദിലീപ് ആണോന്നും കണ്ടില്ല. പക്ഷേ ദിലീപിന്റെ ഭാഗത്ത് നിൽക്കുന്നവരും ഉണ്ടാവും, നടിന്റെ ഒപ്പം നിൽക്കുന്നവരും ഉണ്ടാവും. ഇന്ന് കോടതിയിൽ ശിക്ഷ വിധിക്കുന്ന അവസ്ഥ ബാക്കിയുള്ള 6 പ്രതികൾക്ക്. ദിലീപ് കുറ്റക്കാരനല്ല, തെളിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കൊണ്ടുപോകാൻ വെറുതെ വിട്ട്. ഇനി ഹൈക്കോടതി വലിയ കോടതിയിൽ അപ്പീലും കാര്യങ്ങളൊക്കെ നടിക്കുക. പക്ഷെ ഇന്ന് ശിക്ഷ വിധിക്കുന്നവരോ അതിനെ പറ്റിയിട്ടോ കോടതി നടപടികളെ പറ്റിയിട്ടോ എന്തെങ്കിലും ആർക്കെങ്കിലും പോസ്റ്റോ റീൽസോ കമൻറ്റോ എല്ലാം ചെയ്യാൻ വല്ല പൂജ്യം ഉണ്ടെങ്കിലോ ഉണ്ട തിന്നണ്ടിരുന്നു ജഡ്ജി പറഞ്ഞതാ. അതിനെക്കൊണ്ട് കരുതിക്കോളി. എന്നാ പോട്ടെ.